നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ. കുറെ ആയിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ ലഞ്ച് വ്ലോഗൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇത് ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്, വീഡിയോ ചെയ്യാനായിട്ട് എടുത്തതല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നേ നാം മണമുള്ള മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് കരുതി. അത് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ ആ വാസനയൊക്കെ കാരണം ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോറ് വെക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ ചൂട് എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 3:30 വരെ അടുക്കളയിൽ നിന്ന് തിരിയാനേ പറ്റില്ല, അത്ര അധികം ചൂടാണ്. നമുക്ക് പിന്നെ അടുക്കളയിൽ കയറാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചൂടൊക്കെ സഹിച്ച് കയറി തന്നെ. ഇപ്പം മഴ വരണവരെ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ ഇന്ന് കൂട്ടാൻ വെക്കാനായിട്ട് പോകുന്നത് പയറുകൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടില്ല, പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നതിന് മുന്നേ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് ഇത്. 12 hours ലോങ് സ്റ്റേ തരുന്ന ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ടുള്ളത് കാർണേഷൻ ന്യൂഡാണ് 01 കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. 1 സ്റ്റോക്ക് ആപ്ലിക്കേഷൻ മതി. സ്മഡ്ജ് പ്രൂഫാണ്. അതുപോലെ നല്ലൊരു ഹൈഡ്രേഷനൊക്കെ നമുക്ക് തരുന്നതാണ്. ഇതിനകത്ത് വിറ്റാമിൻ ഇ ഉണ്ട്, അവക്കാഡോ ഓയിലും അടങ്ങിയിട്ടുണ്ട്. ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ മാമാർത്ത് നമ്മളെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സജഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ഒണിയൻ ഷാമ്പു അവർ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സജഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ പ്രോഡക്ട്സ് അവർ റിസർച്ച് ചെയ്തിട്ടും ഇന്നോവേറ്റ് ചെയ്തിട്ടും അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഇറക്കുന്നത്. അപ്പം ഈ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് മേടിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. മാമ-എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ അതുപോലെ നമ്മുടെ നിയറസ്റ്റ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു 20% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഹിമ 2025 എന്ന് കോഡ് യൂസ് ചെയ്തിട്ട് മാമ-എർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാനായിട്ട് പോകുന്നത് ഒരു സിമ്പിൾ മോരുകറിയാണ് കേട്ടോ. തേങ്ങ എടുത്തിട്ട് ആദ്യം തന്നെ ചിരകി വെക്കുകയാണ്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്നല്ല കേട്ടോ തേങ്ങ കൊണ്ടുവരുന്നത്. അപ്പം ആദ്യമൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് കുറേ അധികം തേങ്ങ എടുത്ത് ചാക്കിലൊക്കെ ആക്കി കൊണ്ടുവരും. എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് പൊളിക്കാനാണ് പറയാം കേട്ടോ. ഇത്രയും കാലമായിട്ടും അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഒട്ടും പറ്റാത്തൊരു പണിയാണ് തേങ്ങ പൊളിക്കൽ. അപ്പോൾ ഉണ്ണീനെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഉണ്ണി ഓടി വരുന്നിട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. ഒരു 15 വിളി വിളിച്ചാൽ മാത്രമാണ് ഒന്ന് എണീറ്റ് വരിക. അപ്പോൾ ആ മടി കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, തേങ്ങ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന്. അപ്പം ഇപ്പം കാശ് കൊടുത്തിട്ടാണ് തേങ്ങ വാങ്ങിക്കണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കൂട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ആദ്യം മഞ്ഞൾപ്പൊടി, കുരുമുളക്, ജീരകം, മോര്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇതെല്ലാം കൂട്ടിയിട്ടിട്ട് ഒന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ചട്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൊല്ലമായിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് കറികൾ ഉണ്ടാക്കിയിട്ട്. കാരണം മീൻ കറി വെക്കാത്തതുകൊണ്ട് തന്നെ ചട്ടിയുടെ ആവശ്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ കറി ചട്ടിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കണ മോരുകറിയാണ്. നമ്മൾ ആ മോരുകറിയിൽ അവസാനമാണ് വറവിടുക. ഇതിലാദ്യം തന്നെ വറവിട്ടുണ്ട്. കടുകും ഉലുവയും ഉണക്കമുളകും ചെറിയ ഉള്ളിയും എല്ലാം ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് പയർ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പയറൊന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, ഒരുപാട് നേരമൊന്നും വേണ്ട. ഇടയ്ക്കൊക്കെ ഇതേപോലെ വ്യത്യാസമായിട്ടൊരു മോരുകറിയൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എപ്പോഴും മോരുകറി വെക്കുന്ന കഷ്ണങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട്. അപ്പം ആരൊക്കെ പയർ വെച്ചിട്ട് മോരുകറി വെക്കാറുണ്ടെന്ന് പറയണം കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കാറുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അച്ചുവിന് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാനായിട്ട് ഒരെണ്ണ എടുത്തുള്ളൂ കേട്ടോ, കാരണം അവന് മാത്രം മതി. അപ്പോൾ അതൊന്നും എടുത്ത് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ പയർ വെന്തപ്പോൾ തേങ്ങ അരച്ചതുകൂടെ, മോരും തേങ്ങയും കൂടി അരച്ചതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വെക്കുക ചെയ്യണം കേട്ടോ.
നല്ല കട്ടിയുള്ള ഒരു കറിയാണ്. നമുക്ക് ചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാറണ വരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോയി വരുമ്പോഴത്തേനും കറി ആകെ കട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പ് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും, പിന്നെ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉടച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി പോലെ ആക്കി എടുക്കണേ കേട്ടോ. കാരണം അച്ചുവിന് ഈ കഷ്ണമായിട്ട് ഇതിനേക്കാൾ ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കണ നേരത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി, ഞാൻ അറിഞ്ഞില്ല. കാരണം നമുക്കിപ്പം കുറച്ച് പരിമിതികളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഉടച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് എന്താ പറയുക, ഇതേപോലെ നന്നായിട്ട് ഉടച്ച് എടുക്കുകയാണ് കേട്ടോ. ഇത് ചോറിക്ക് അടിപൊളിയാണ്. തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാം. അപ്പം അതും കൂടെ റെഡിയാക്കി വെച്ചു. പിന്നെ അതേ വേഗം ഒരു ചുട്ടരച്ച ചമ്മന്തിയും കൂടി ആക്കി എടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു 2-3 പിരിയമുളകും കൂടിയിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നേരെ ഗ്യാസിൽ കൊണ്ടുപോയി വെക്കുന്നില്ല കേട്ടോ. ഞാൻ കുറേ പേര് അങ്ങനെ പറയണൊക്കെ കേട്ടിട്ടുണ്ട്, നേരിട്ട് ഗ്യാസിൽ പോയിട്ട് നമ്മൾ ചുടുമ്പം അത് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന്. അപ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അത് ഇനി ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല തോന്നുന്നു. അപ്പോൾ നമ്മൾ തേങ്ങയും പിന്നെ ഒരു പുളിയും കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് അരക്കുന്നുണ്ട്, ചതച്ചെടുക്കുന്നുണ്ട് ചമ്മന്തി പരുവത്തിനാക്കിയിട്ട്. എന്നിട്ട് അതൊന്ന് ഉരുട്ടി എടുത്തു. അപ്പം ഇതേ ചമ്മന്തിയായി. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണം തന്നെയാണ്, ഇതിന് പ്രത്യേകിച്ച് വിവരണമൊന്നും ആവശ്യമില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ അച്ചുവിനുള്ള ചോറ് റെഡിയാക്കി എടുക്കുകയാണ്. 2 പേരും 2 നേരത്താണ് ഭക്ഷണം കഴിക്കണേ. അപ്പോൾ ആദ്യം ആരാ വന്നു വെച്ചാൽ അവർക്ക് ചോറ് വിളമ്പി കൊടുത്ത് എൻ്റെ വീഡിയോ എടുക്കലും കൂടെ എനിക്ക് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ചുവിനുള്ള ചോറ് വിളമ്പി ഉരുളക്കിഴങ്ങ് വിളമ്പി വെച്ചു. ഇത് അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇപ്പം നമ്മൾ മറ്റേ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കില്ലേ, അതും അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയല്ലോ അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞാൻ ചെടി സംരക്ഷണത്തിന് ഇറങ്ങിയതാട്ടോ. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയണേ. ഇത് നമ്മൾ 2023 തോന്നുന്നു ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. വാങ്ങിയ സമയത്ത് അധികം പുരോഗമനമൊന്നും ഇല്ലാണ്ട് നിന്നിരുന്നതായിരുന്നു. ചട്ടി മാറ്റി കൊടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇല കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാണൻ പോണേന് തുല്യാട്ടോ. ചില സാധനങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ജീവനായിട്ട് മാറും. അങ്ങനത്തെ ആൾക്കാരില്ലേ, അതിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂച്ചകൾ, എൻ്റെ ചെടികൾ, ഇതൊക്കെ മക്കളും അതുപോലെയുള്ളതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട തന്നെയാണ്. ഞാൻ അതല്ല കേട്ടോ പറഞ്ഞത്. അപ്പം അതിന് ചെറുതായിട്ടൊരു ഒരു പുഴുക്കുത്ത് വന്നാൽ പോലും നമ്മൾ സഹിക്കില്ലല്ലോ. അപ്പം അതിൽ പെട്ടാണ് ഞാനൊരു കുഞ്ഞി ഇല പോലും ഇതിന്ന് മുറിച്ചെടുക്കില്ല കേട്ടോ. ഇങ്ങനെ മനസ്സിങ്ങനെ പറയും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാലോ എന്ന്. പക്ഷെ അപ്പോഴും അതിനെ വിഷമിപ്പിക്കണ്ടേന്ന് എൻ്റെ ഉള്ളിൽ വരും. അപ്പം ഞാനത് അവിടെ തന്നെ വെക്കും. പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പഴയ ഒരു കാസറോളിലേക്ക് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. ഇപ്പം ഇവിടെ അതിന് ശേഷമാണ് ഇതും നന്നായിട്ട് വളർന്നു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരു സൈഡിലുള്ള ഇലകൾക്ക് വെറും കടും പച്ച കളറിൽ വന്നിരിക്കുകയാണ്, ഡിസൈൻ ഒന്നും ഇല്ലാണ്ട്. ഇതെന്താ ഇങ്ങനെ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ മണി പ്ലാന്റ്, ഇതിൻ്റെ പേരെന്തായിരുന്നു, എൻജോയ് പോത്തോസ്, ഇതിലിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലെ ഇലകൾ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിത് ഇപ്പോഴാണ് ഇതിങ്ങനെ വളർന്നു വന്നപ്പോഴാണ് ശ്രദ്ധിക്കണേ. പക്ഷെ ഭംഗിയുണ്ട് കാണാൻ. ഇതും പറഞ്ഞ പോലെ എനിക്ക് കൈ ഇങ്ങനെ പോവും, വെട്ടട്ടെ. പക്ഷെ വേണ്ട, നമ്മുടെ മക്കളെ പോലെയല്ലേ അവർക്കും വേദനിക്കുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പൊന്നുപോലെ തലോടി വളർത്തുകയാണ് കേട്ടോ. മണി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് ഉഷാറോടുകൂടി വളരുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് ചെറിയൊരു വാട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഞാൻ മറക്കും കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നല്ല വെയിലൊക്കെ ആയതുകൊണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ടാറ്റാ.